ന്യൂഡ് ഷെയ്ഡ് നിങ്ങൾക്ക് ചേരുന്നില്ല എന്ന് പറയുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. എല്ലാവർക്കും ന്യൂഡ് ഷെയ്ഡ് ചേരും, പക്ഷെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന രീതിയിലാണ് മിസ്റ്റേക്ക് വരുന്നത്. അതിനായി ഞാനിവിടെ 2 ട്രിക്കാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. സ്കിൻ ടോണും സ്കിൻ കളറും ഡിഫറെൻ്റ് ആയിരിക്കുന്ന പോലെ തന്നെ ന്യൂഡ് ഷെയ്ഡും വേരി ചെയ്ത് വരുന്നത്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചാണ് നമ്മുടെ ന്യൂഡ് ഷെയ്ഡ് കണ്ടുപിടിക്കേണ്ടത്. പൊതുവേ 3 ന്യൂഡ് ഷെയ്ഡ്സ് ആണ് ഉള്ളത്: പിങ്ക്, മെറൂൺ ആൻഡ് ബ്രൗൺ. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ഫസ്റ്റ് ട്രിക്ക് എന്ന് പറയുന്നത് ലൈറ്റർ ദ സ്കിൻ ലൈറ്റർ ദ ഷെയ്ഡ് എന്നാണ്. നിങ്ങളുടെ ഒരു പിങ്കിൻ്റെ ഷെയ്ഡാണ് നിങ്ങൾക്ക് ന്യൂഡായിട്ട് വേണ്ടതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫെയർ ആണോ നിങ്ങൾ, അങ്ങനെയാണെങ്കിൽ ലൈറ്റർ വേർഷൻ എടുക്കുക, പിങ്കിൻ്റെ ലൈറ്റർ വേർഷൻ. അതേസമയം നിങ്ങൾ ഡീപ്പ് സ്കിൻ ടോൺ ആണെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടത് ഡീപ്പ് പിങ്ക് ആണ് നിങ്ങൾ എടുക്കേണ്ടത്. എന്ന് വെച്ചാൽ മജന്ത അങ്ങനത്തതല്ല കേട്ടോ. ഞാൻ ഇന്ന് കാണിക്കാം എങ്ങനത്തെ പിങ്ക് ആണെന്ന്. ഞാനൊരു മീഡിയം സ്കിന്നാണ്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് പോകുന്നത് ഈ ഷെയ്ഡായിരിക്കും. അതുപോലെ തന്നെയാണ് ബ്രൗൺ സെലക്ട് ചെയ്യുമ്പോഴും. നിങ്ങളിപ്പം നല്ല ഫെയർ ആണെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ലൈറ്റ് ബ്രൗൺ ആണ്. നിങ്ങൾ ഡാർക്കർ ആണെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഡാർക്ക് ബ്രൗൺ ആണ്. മെറൂണിൽ നിങ്ങൾ ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ലൈറ്റർ ഷെയ്ഡ് ആണെങ്കിൽ നിങ്ങൾ ലൈറ്റർ മെറൂൺ സെലക്ട് ചെയ്യുക. ഡാർക്ക് ആണ് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഡാർക്ക് കളർ മെറൂൺ ആയിരിക്കണം. ഇനിയിപ്പം ഇതിനു വേണ്ടി നിങ്ങൾ പുതിയൊരു കളർ വാങ്ങണം എന്നൊന്നും ഞാൻ പറയില്ല. ഇനി ചൂസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് രീതിയിൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ചേരാത്തൊരു കളറാണ് ഉള്ളതെങ്കിൽ പോലും നമുക്ക് ചേരുന്ന ഒരു കളറാക്കാൻ പറ്റും. അതിനുള്ള ചെറിയൊരു ട്രിക്ക് കൂടെ ഞാൻ അതിൽ പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ ഈ ഒരു ലൈറ്റ് കളർ ബ്രൗൺ ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ ലൈറ്റ് ബ്രൗൺ ചേരുന്നത് നല്ല ഫെയർ ആയിട്ടുള്ളവർക്കാണ്. എനിക്ക് എന്തായാലും ചേരാൻ പോകുന്നില്ല, പക്ഷെ ഞാൻ എങ്ങനെ എനിക്ക് പറ്റിയതാക്കാമെന്ന് കാണിച്ചു തരാം. ലിപ് പെൻസിലാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായി ഏതെങ്കിലും എടുക്കാം. ഓക്കെ, അതിലൊരു ഏറ്റവും ഡാർക്കർ ബ്രൗൺ സെലക്ട് ചെയ്യുക. ഇപ്പം നമ്മൾ വരച്ചിട്ട് നമ്മൾ സ്മഡ്ജ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. നോക്കൂ, നേരത്തെ വെച്ച് നോക്കുമ്പോൾ കണ്ടോ ഒരു വ്യത്യാസം നിങ്ങൾക്ക് വരും. ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുക, വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യം ഇട്ടപ്പോൾ എങ്ങനെയായിരുന്നു, ഇപ്പോൾ എനിക്ക് എങ്ങനെയുണ്ടെന്ന്. സോ ഇത് തന്നെയാണ് എൻ്റെ ട്രിക്ക് എന്ന് പറയുന്നത്. നിങ്ങൾ എപ്പോഴും ഒരു ലിപ് പെൻസിലോ എന്തെങ്കിലും, ഇപ്പം നിങ്ങൾക്ക് ഒരു ഡാർക്കർ ഷെയ്ഡാണ് വേണ്ടെങ്കിൽ എപ്പോഴും ഒരു ഡാർക്ക് ബ്രൗൺ കളർ കീപ്പ് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കാജൽ പെൻസിലില്ലേ, കാജൽ ഐബ്രോ പെൻസിൽ, അതും യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഐബ്രോ പെൻസിൽ യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ലൈറ്റായിട്ട് മാത്രം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അടിപൊളി ഒരു ന്യൂഡ് ഷെയ്ഡ് നമുക്ക് ചേരാത്ത ഷെയ്ഡ് പോലെ നമുക്ക് ചേരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, എങ്ങനെയുണ്ട്? അപ്പോൾ ഇതുപോലത്തെ ട്രിക്സ് ആൻഡ് ടെക്നിക്സ് എൻ്റെ ചാനൽ